ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മേഘയോട് മഹേന്ദ്രൻ സാർ പറയാണ്, ഇതിനൊക്കെ ഉറപ്പായും നിനക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടും. ലക്ഷ്മിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം നീ ചെയ്തതൊക്കെ സഹിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, പറഞ്ഞേക്കാം. പിന്നെ ചന്ദ്രിക പറയാണ്, മേഘ അമ്മയെ കബളിപ്പിച്ച് സ്വത്തെല്ലാം എഴുതി വാങ്ങിച്ച് ഇവരോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനും പറഞ്ഞു. അതുകൊണ്ട് നിർത്താതെ ഇവരെ ഗുണ്ടകളെ വിട്ട് ഉപദ്രവിക്കാനും ശ്രമിക്കുന്നു. ഒരു മകളും തന്നെ വളർത്തിയവരോട് ഇങ്ങനെ ഒരു ചതി ചെയ്യില്ല. മേഘ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? മേഘയെ ആരാ ഇങ്ങനെ മാറ്റിയത്? അതുകൊണ്ട് മുത്തശ്ശിയൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ ആക്ഷനാക്കുകയാണ് അവിടുന്ന്. അപ്പോൾ ജാനകി പറയാണ് പെട്ടെന്ന്, ഏയ് എടി ചന്ദ്രികയെ നിർത്ത്, ഇത് ഞങ്ങളുടെ കുടുംബകാര്യ, ഇതിൽ നീ എന്തിനാ തലയിടുന്നത്? നീ നാട്ടിലേക്ക് പോയതല്ലേ, ഇപ്പം എന്തിനാ തിരിച്ചു വന്നേ? ഇനി ഈ വീട്ടിൽ നിനക്ക് ജോലിയില്ല. അത് പറയുന്നത് കേട്ടിട്ട് ലക്ഷ്മിയും മഹേന്ദ്ര സാറും പരസ്പരം വിഷമത്തോടെ നോക്കാണ്. മര്യാദയ്ക്ക് നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നീ നിൻ്റെ സ്വന്തം നാട്ടിലേക്ക് തന്നെ പോയിക്കോ. ഇനി മേലിൽ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ തലയിട്ടാൽ അത് നന്നായിരിക്കില്ല. നീ ഈ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു എന്നുള്ള കാര്യം നീ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരതിയും പറയുന്നുണ്ട്, അമ്മേ നീ എവിടെ നിൽക്കണോ അവിടെ നിന്നാൽ മതി. ഞങ്ങൾക്കിടയിൽ വന്ന് ന്യായം പറയേണ്ട കാര്യമൊന്നുമില്ല. നീ ബുദ്ധി ഉപദേശിക്കേണ്ട രീതിയിൽ ഇവിടെ വിവരം ആരുമില്ല. നിന്നെപ്പോലെ തരം താഴ്ന്നവരെയൊക്കെ ഈ വീട്ടിൽ കയറ്റി താമസിച്ചതുകൊണ്ടാണ് ഈ വീട്ടിൽ നടക്കാൻ പാടില്ലാത്തതൊക്കെ നടക്കുന്നത്. ആദ്യം നീ ഇവിടുന്ന് പുറത്തു പോ. നിന്നോടല്ലേ പറഞ്ഞത് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് വീൽ ചെയറുമായി അവർ ചന്ദ്രികയുടെ അടുത്തേക്ക് വരികയാണ്. എന്താടി നിന്ന് നോക്കുന്നേ, പോകുന്നുണ്ടോ ഇല്ലയോ? ആരതി ചോദിക്കുകയാണ്, അമ്മ എന്ത് ചെയ്യാൻ പോവാ? അപ്പം വാസുവും പറയാണ്, ജാനകി, ഏയ് ജാനകി, വേഗം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ചന്ദ്രികയെ തള്ളിയിടുകയാണ്. ഏയ് ജാനകി, ആരുടെ മേലാ നീ കൈവെക്കുന്നതെന്ന് നിനക്കറിയാമോ? മഹേന്ദ്ര സാർ ദേഷ്യത്തോടെ പറയാണ്, ഇവൾ ആരാണെന്നറിയാമോ നിനക്ക്? എനിക്ക് നന്നായിട്ട് അറിയാൻ ചേട്ടാ, ഇവൾ വെറും ജോലിക്കാരിയാ. നിർത്ത്, ഇവൾ ജോലിക്കാരിയല്ല, ഇവൾ ഞങ്ങളുടെ മകളാണ്. മഹേന്ദ്ര സാർ കരഞ്ഞുകൊണ്ട് പറയാണ്, ഇവൾ ഞങ്ങളുടെ രക്ത. അത് കേട്ട് ജാനകിയും വാസുവും മുത്തശ്ശനും സിദ്ധുവൊക്കെ ഞെട്ടാണ്. ഞങ്ങളുടെ സ്വന്തം മകളാ. ജാനകി എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ജോലിക്കാരിയോട് സ്നേഹമുണ്ട് എന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ്. എന്ന് വെച്ച് ഇവളെ സ്വന്തം മകളാണെന്ന് പറയുമോ? ഇവള് ചേട്ടൻ്റെ മോളാണെന്നോ? എന്തിനാ ചേട്ടാ ഇങ്ങനെ പറയുന്നേ? നിർത്ത്, ഒന്നും അറിയാതെ സംസാരിക്കരുത്. ഇവൾ ഞങ്ങളുടെ മകളാണ്. ഈ നിൽക്കുന്നില്ലേ മലർ, അത് ഞങ്ങളുടെ ചെറുമകളാണ്. മാലതി മുത്തശ്ശി അപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓഹോ, ഞാൻ സംശയിച്ചത് ശരിയാണല്ലോ. അല്ല, എങ്ങനെയാ ചന്ദ്രികയാണ് മകളെന്ന് കണ്ടുപിടിച്ചത്? പിന്നെ മഹേന്ദ്ര സാർ പറയാണ്, ഈ വീട്ടിലുള്ള എല്ലാവരോടുമായിട്ട് ഞാൻ പറയാണ്, ചന്ദ്രിക ജോലിക്കാരിയല്ല, ഈ വീട്ടിലെ മഹാറാണിയാ. സിദ്ധുവിനും അത് കേട്ട് സന്തോഷമായി. പിന്നെ മഹേന്ദ്ര സാർ പറയാണ്, അച്ഛാ, ഇവർ ഈ വീട്ടിലെ അച്ഛൻ്റെ ചെറുമക്കളാ. അച്ഛൻ പറയാണ്, മഹേന്ദ്ര, നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. സത്യത്തിൽ ചന്ദ്രിക എൻ്റെ പേരക്കുട്ടിയാണോ? അതെ അച്ഛാ. എന്താ മോനെ ഇത്രയും നാൾ നീ അത് മറച്ചു വെച്ചത്? പറഞ്ഞാൽ മേഘയുടെ മനസ്സ് വിഷമിക്കും എന്നിവൾ പറഞ്ഞതുകൊണ്ടാണ് പറയാതിരുന്നത്. ചന്ദ്രിക ഞങ്ങളുടെ മകളാണെന്നറിഞ്ഞിട്ടും അവളെ ജോലിക്കാരിയായിട്ട് താമസിപ്പിച്ചു. ചന്ദ്രികയാണ് ഞങ്ങളുടെ മകളെന്നറിഞ്ഞാൽ ഇവളുടെ മനസ്സ് വേദനിക്കും എന്ന് വെച്ച് ലക്ഷ്മി ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതെ മറച്ചു വെച്ചത്. അങ്ങനെ കരുതിയ ഞങ്ങളോടാ ഇവളിങ്ങനെ ഒരു ദ്രോഹം ചെയ്തിരിക്കുന്നത് അച്ഛാ. ഇങ്ങനെയുള്ളവളെ ഞാൻ എൻ്റെ ജന്മത്തിൽ മറക്കില്ല. ചന്ദ്രികയെ മലരിനെയും കൊണ്ടുപോയി മുത്തശ്ശൻ്റെ അനുഗ്രഹമാകും. പിന്നെ ചന്ദ്രികയെ മലരിനെയും കൂട്ടി മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയി. മുത്തശ്ശൻ അപ്പോൾ സന്തോഷമായി. അപ്പോൾ മുത്തശ്ശനോട് ചന്ദ്രിക പറയാണ്, മുത്തശ്ശ, ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ പോയി മലരിനെയും കൊണ്ട് മുത്തശ്ശൻ്റെ കാലിന് വീണു. അപ്പം മുത്തശ്ശൻ പറയാണ്, നിനക്ക് നല്ലത് വരട്ടെ മോളെ, നിനക്ക് നല്ലതേ വരൂ. എഴുന്നേൽക്ക് മോളെ. എനിക്ക് അറിയില്ലായിരുന്നു മോളെ, നിനക്കും നിൻ്റെ മോൾക്കും ദൈവം ഒരു കുറവും വരുത്തില്ല. എങ്ങനെയോ ഇത്രയും വർഷം കഴിഞ്ഞ് ആ ദൈവം നിങ്ങളെ ഞങ്ങളോടൊപ്പം തന്നെ എത്തിച്ചു. എനിക്ക് മനസ്സമാധാനത്തോടെ മരിക്കാം മോളെ. മുത്തശ്ശൻ പിന്നെ അവരെ രണ്ടുപേരെയും തഴുകുകയും തലോടുകയൊക്കെ ചെയ്യാണ് സന്തോഷത്തോടെ.
അത് കണ്ട് ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും നല്ല സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. സിദ്ധുവിനും സന്തോഷമായി. പക്ഷേ മാലതി മുത്തശ്ശിയും മേഘയും ഇതൊക്കെ ആദ്യമേ അറിയാവുന്നതുകൊണ്ട് അവർക്കത്ര വലിയ ഞെട്ടലുണ്ടായിരുന്നില്ല. അപ്പോൾ സിദ്ധു പറയാണ്, അങ്കിളെ, ചന്ദ്രിക അങ്കിളുടെ മകളാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമായിരുന്നോ? ചന്ദ്രികയാണ് അങ്കിളുടെ മകളെന്ന് നേരത്തെ അറിയായിരുന്നെങ്കിൽ അന്ന് തന്നെ അങ്കിളിന് എല്ലാവരോടും പറയാമായിരുന്നില്ലേ? തെറ്റ് ചെയ്തു പോയി. ആ തെറ്റിനുള്ള ശിക്ഷയാണ് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, മേഘ, അവസാനമായി നിനക്കൊരു അവസരം തരികയാണ്. നിന്റെ തെറ്റെല്ലാം മനസ്സിലാക്കി മഹേന്ദ്രനോടും ലക്ഷ്മിയോടും മാപ്പ് ചോദിച്ച് സ്വത്ത് മുഴുവൻ തിരിച്ച് ലക്ഷ്മിയുടെ പേർക്ക് എഴുതി കൊടുക്ക്. അങ്ങനെ ചെയ്താൽ നിനക്ക് ഈ വീട്ടിൽ പഴയതുപോലെ തന്നെ താമസിക്കാം. നീ എന്ത് പറയുന്നു? അത് കേട്ട് മേഘ മാലതി മുത്തശ്ശിയെ നോക്കാണ്. ചന്ദ്രികയാണ് അവരുടെ മകളെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അത് പറഞ്ഞാൽ നിന്റെ മനസ്സ് വേദനിക്കും എന്ന് കരുതി മഹേന്ദ്രനും ലക്ഷ്മിയും അത് പറയാതെ മറച്ചുവെച്ചു. അങ്ങനെയുള്ളവരോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? നീ തന്നെ മുൻകൈയെടുത്ത് നിന്റെ പേരിലിരിക്കുന്ന സ്വത്ത് മുഴുവൻ അവരുടെ പേരിൽ എഴുതി കൊടുത്തേക്ക്. മേഘ പെട്ടെന്ന് പറയാണ്, സോറി മുത്തശ്ശ, ഞാനത് ചെയ്യില്ല. മഹേന്ദ്രൻ അച്ഛൻ കുഞ്ഞുനാൾ മുതലേ എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിലാണെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ അത് പതിഞ്ഞുപോയി. ഇപ്പോൾ പെട്ടെന്ന് ആ സ്വത്തുക്കളെല്ലാം എനിക്കല്ല മറ്റൊരുത്തിക്കാണെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അത് അംഗീകരിക്കാൻ പറ്റും? ജനിച്ച് കുഞ്ഞായിരുന്നപ്പോൾ ആരോ ഞങ്ങളെ മാറ്റി. അതിനിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും എൻ്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കില്ല. എടി, ഏത് സ്വത്ത്? ഏതാടി നിൻ്റെ സ്വത്ത്? ലക്ഷ്മി ചോദിക്കുക. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ച ആൾ ഇവിടെയുണ്ട്. നിനക്ക് സ്വത്ത് വേണമെന്നോ? അപ്പം മേഘ, ദേ നോക്ക്, ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. എന്നോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമെങ്കിൽ ഈ വീട്ടിൽ താമസിക്കാം. എൻ്റെ പേരുള്ള സ്വത്ത് വേണമെന്നോ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാമെന്നോ ഒന്നും കരുതരുത്. അങ്ങനെ നിങ്ങൾ കരുതിയാൽ അതൊരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. മഹേന്ദ്ര സാർ പറയാണ്, ഏയ്, നിൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് എനിക്കറിയാം. നിന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടേ ഞാൻ അവിടെ വരൂ. മേഘ, ഒരു കാര്യം ഞാൻ പറയാം. ആ വീട് നീ ലക്ഷ്മിയെ ചതിച്ച് നിൻ്റെ പേരിൽ വാങ്ങിയേക്കാം. മഹേന്ദ്രനും ലക്ഷ്മിയും താമസിക്കുന്ന ഈ ഔട്ട് ഹൗസ് ഇപ്പോഴും എൻ്റെ പേരിൽ തന്നെയാണ്. അവരിവിടെ താമസിക്കുന്നത് തടയാൻ നിനക്ക് ഒരവകാശവും ഇല്ല. അതുപോലെ ഈ ആൾക്കാരെ വിട്ട് ഭീഷണിപ്പെടുത്തുന്ന പരിപാടി ഇതോടെ നിർത്തിക്കോ. ഇല്ലെങ്കിൽ പെണ്ണാണെന്ന് കൂടി ഞാൻ നോക്കില്ല. നിനക്കും ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അവൾ അനാഥയായി പോകരുത് എന്ന് കരുതിയാ ഞാൻ ക്ഷമിക്കുന്നത്. അത് കേട്ട് മേഘ മഹേന്ദ്രനെ ഒന്ന് നോക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞ് മേഘ അവിടെ നിന്നും പോയി. പിന്നെ സിദ്ധു ധൈര്യത്തോടെ മലർ ചക്കരക്കുട്ടി എന്ന് പറഞ്ഞ് എടുത്ത് ഉമ്മ വെക്കാണ്. സുഖാണോ നമ്മൾക്ക്? അത് കണ്ട് ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും സന്തോഷത്തോടുകൂടി ചിരിക്കുകയാണ്. മഹേന്ദ്ര, എത്രയും വേഗം ഈ കേസ് നടത്താൻ പറ്റുമോ അത് നടത്തി മേഘ ചെയ്തതെല്ലാം തെറ്റാണെന്ന് അവളെ ബോധ്യപ്പെടുത്തണം. ശരിയച്ചാ, ഞാൻ സമ്പാദിച്ച സ്വത്തും പണവും ഒക്കെ മേഘയ്ക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ശരിക്കുള്ള സ്വത്ത് ഇതാ ഇവർ രണ്ടുപേരുമാണ് അച്ഛാ. മഹേന്ദ്രൻ സാറ് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറയാണ്, ചന്ദ്രികയെയും മലറിനെയും കാണിച്ചിട്ട്. ഇതൊക്കെ കേട്ട് അതിശയത്തോടെയും അത്ഭുതത്തോടെയും നോക്കുകയാണ് ജാനകി. പിന്നെ മഹേന്ദ്രൻ സാറ് സന്തോഷത്തോടെ വാമോളെ എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണ്. അതുപോലെ തന്നെ ലക്ഷ്മിയും പറയാണ്, വാ ചന്ദ്രികയെ, നമുക്ക് അകത്ത് പോകാം. എന്നിട്ട് ചന്ദ്രികയെയും മലരിനെയും അടുപ്പിച്ച് നിർത്തിയിട്ട് പറയാണ് ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും, അച്ഛാ, ഇതാണ് ഞങ്ങളുടെ സ്വത്ത്. ഇവർ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്ത് വിഷമമാണുള്ളത്. ലക്ഷ്മി സങ്കടത്തോടെയും സന്തോഷത്തോടെയും ചന്ദ്രികയെ ഉമ്മ വെക്കാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു പാട്ടാണുള്ളത്. ആ കഥയും കാഴ്ചയും ഒക്കെ കണ്ട് സിദ്ധു സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അവർ 4 പേരും നല്ല സ്നേഹത്തോടു കൂടി അടുപ്പം കാണിക്കുകയാണ്. അച്ഛൻ മകളെ കെട്ടിപ്പിടിക്കുന്നു, കൊച്ചുമകളെ അമ്മ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. പിന്നെ മുത്തശ്ശനും ബാക്കിയുള്ള എല്ലാവരും അമ്പലത്തിൽ പോയിരിക്കുകയാണ്, ക്ഷേത്രത്തിൽ. അപ്പോൾ തിരുമേനിയോട് പറയാണ് മുത്തശ്ശൻ, നമസ്കാരം തിരുമേനി, നിങ്ങളെ എല്ലാവരെയും ഈ ക്ഷേത്രത്തിൽ കണ്ടതിൽ നല്ല സന്തോഷം. തിരുമേനി പറയാം, ഒരുപാട് നാളുകൾക്ക് ശേഷം സാറ് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും വിശേഷം കാണും. സത്യമാണ് തിരുമേനി, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ നല്ല കാര്യം നടന്നിരിക്കുന്നു. ഞങ്ങളുടെ യഥാർത്ഥ അവകാശിയെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുക. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, അതേ തിരുമേനി, ചന്ദ്രികയാണ് ഞങ്ങളുടെ യഥാർത്ഥ അവകാശി. അതേ തിരുമേനി, ഞങ്ങളുടെ യഥാർത്ഥ അവകാശിയായ ചന്ദ്രികയാണ് ഞങ്ങളുടെ മകൾ, മലർ കൊച്ചുമകളും. ഓ, അതാണോ കാര്യം? അത് കേട്ട് സിദ്ധുവും ചിരിക്കുകയാണ്.
മുത്തശ്ശൻ, എൻ്റെ പേരക്കുട്ടി ചന്ദ്രികയെയും അവളുടെ മകളെയും ഞങ്ങൾക്ക് തിരികെ കിട്ടിയതുകൊണ്ട് ഭഗവാന് പൂജ ചെയ്ത് ഇവളുടെ കൈകൊണ്ട് സാധുക്കൾക്ക് അന്നദാനം നടത്താമെന്ന് കരുതി വന്നിരിക്കുക. തിരുമേനി പറയാണ്, വളരെ സന്തോഷം. ആരുടെ പേരിലാണ് അർച്ചന ചെയ്യേണ്ടത് എന്ന് പറഞ്ഞോളൂ, നല്ല രീതിയിൽ തന്നെ ചെയ്യാം. മുത്തശ്ശൻ പറയാണ്, ചന്ദ്രികയുടെയും മലരിൻ്റെയും പേരിൽ. ചന്ദ്രിക ഉടൻ പറയാണ്, അത് വേണ്ട സ്വാമി, ഭഗവാന്റെ പേരിൽ അർച്ചന നടത്തിയാൽ മതി. ശരി മോളെ, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. എന്നാ എല്ലാവരും വരൂ. ആ മോളെ വാ. മുത്തശ്ശൻ ചെറിയ കൊച്ചുമകളെ കൈപിടിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ സിദ്ധു ഇടങ്കണ്ണിട്ട് ചന്ദ്രികയെ നോക്കുകയാണ്. പക്ഷേ ചന്ദ്രിക നല്ല പ്രാർത്ഥനയിലാണ്. പിന്നെ അത് കഴിഞ്ഞ് ചന്ദ്രിക സിദ്ധുവിനെ നോക്കുകയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരുമേനി പ്രസാദം കൊടുത്ത് എല്ലാവരും അത് വാങ്ങിച്ചിട്ട് നെറ്റിയിൽ തൊട്ട് വെക്കുകയാണ്. സിദ്ധാർത്ഥ്, എന്താ അങ്കിളെ, അന്നദാനത്തിന് എല്ലാം റെഡിയായോ? അത് നമ്മൾക്ക് തുടങ്ങിയാലോ? അങ്കിളെ, ഭക്ഷണമെല്ലാം റെഡിയായിരിക്കാം. നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നദാനം തുടങ്ങാം. ശരി ശരി, പോകാം. പിന്നെ ചന്ദ്രികയോട് മുത്തശ്ശൻ പറയാണ്, ചന്ദ്രികയെ മോളുടെ കൈ കൊണ്ട് തന്നെ എല്ലാവർക്കും അന്നദാനം കൊടുക്കൂ. ശരി മുത്തശ്ശ. പിന്നെ മഹേന്ദ്രൻ സാർ പറയാണ്, സിദ്ധു നീയും ചന്ദ്രികയെ സഹായിക്കുക. ശരി ആൻറ്റി, ഇങ്ങ് തരൂ ആൻറ്റി. പിന്നെ ലൈനിൽ നിന്ന എല്ലാവർക്കും അന്നദാനം കൊടുക്കുകയാണ്. എല്ലാവർക്കും അന്നദാനം കൊടുക്കുകയാണ്. മുത്തശ്ശൻ അത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് സിദ്ധുവിനോട് ചന്ദ്രിക പറയാണ്, അതല്ല, എനിക്കൊരു ഡൗട്ടുണ്ട് സാർ. പറയൂ ചന്ദ്രികയെ. ഞാൻ സാറിനെ എന്താ വിളിക്കേണ്ടത് എന്ന് വെച്ചാൽ, അല്ല, അമ്മായിയുടെ മകനെ മുറച്ചെറുക്കൻ എന്നാണല്ലോ സാധാരണ പറയാം. അപ്പോൾ ഞാൻ സാറിനെ ഏട്ടാന്നല്ലേ വിളിക്കേണ്ടത്? സാർ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഏട്ടാ എന്ന് വിളിക്കുന്നത് കേൾക്കാനല്ലേ കൂടുതൽ രസം. ചന്ദ്രികയെ എന്നെ ഒരേ ഒരു തവണ സിദ്ധു ഏട്ടാ എന്നൊന്ന് വിളിച്ച് കേൾക്കട്ടെ. അതിന് ചന്ദ്രിക നല്ല ചിരിയാണൊരു മറുപടി കൊടുത്തത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.